ഞങ്ങളെ പ്രോഡക്ട്സ് അധികം ഒരു ആർട്ടിസണൽ പ്രോഡക്ട്സ് ഒരു ബൾക്ക് മാനുഫാക്ചറിങ് പോലെയല്ല. കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ പ്രോഡക്ട്സിലും കാണാനുണ്ട്. മെക്കനൈസേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മെക്കനൈസേഷൻ പോകുന്നുണ്ട്. നമ്മുടെ അവൻസ് ഒക്കെ ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് അവൻസും ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മിക്സേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് മെല്ലെ വരികയാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ അത് നിർബന്ധമാണ്. കാരണം ചില ഹാസപ്പ് സർട്ടിഫിക്കേഷനും GMP സർട്ടിഫിക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഹൈജീൻ ഫാക്ടർ വലിയ കാര്യമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മോഡേൺ എക്യുപ്മെന്റ്സിലേക്ക് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ തനതായിട്ടുള്ള ഇത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഒരു ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നതിന് ഇപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. റോൾസ് റോയ്സ് മുതൽ ഇങ്ങോട്ടുള്ള വലിയ കമ്പനീസ് ഒക്കെ ഇപ്പോഴും ഹാൻഡ് മെയ്ഡ് തന്നെ, അവർക്കൊന്നും ഇത് അഫോർഡബിൾ അല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ മെക്കനൈസേഷനും ഈക്വലി ഗുഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ മോഡേൺ മെഷീൻസ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എവറി 5 years നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം പ്രൊഡക്ഷനിലാണെങ്കിൽ ശരി, സെയിൽസിലാണെങ്കിൽ ശരി. ഇപ്പം GMPയും ഹാസപ്പും പിന്നെ ISO 20000 ഒക്കെ ഭംഗിയായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹൈജീൻ ഫാക്ടർ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീൻസിൻ്റെ ഒരു അപ്ഗ്രഡേഷനും ഒക്കെ നിർബന്ധമായിട്ടുള്ള സമയമാണത്. അപ്പോൾ നമ്മൾ അറ്റ്പാറാണ് പോകുന്നത്. നമ്മളിപ്പം എല്ലാ കൊല്ലവും എക്സിബിഷൻസ് ഒക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള എക്സിബിഷൻസ് ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും മെഷീൻസും ഒക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്.